പശ്ചിമബംഗാളിൽ മാത്രമല്ല തമിഴ്നാട്ടിലും മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുകയാണ്. തമിഴ്നാട്ടിൽ ഒറ്റ ഫേസായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെയും ഇന്ന് കൊട്ടിക്കലാശമാണ്. AIDMK BJP സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അവിടെ ഭരണത്തിൽ തിരിച്ചുവരും എന്ന വലിയ ആത്മവിശ്വാസം സഖ്യത്തിനുണ്ട്. അതേസമയം ഭരണവിരുദ്ധ വികാരമില്ലെന്നും അധികാര തുടർച്ചയുണ്ടാകുമെന്നാണ് സ്റ്റാലിനും DMKയും ഇന്ത്യ സഖ്യവും പറയുന്നത്. മനോജാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ നമുക്കൊപ്പം ചെയ്യുന്നത്. മനോജ്, ശക്തമായ മത്സരം അവിടെ രണ്ട് മുന്നണികൾക്കിടയിൽ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് തീവ്രവാദ സംഘടനയായ SDPIയും DMKയും കോൺഗ്രസും ഒക്കെ അടങ്ങുന്ന ഇന്ത്യ സഖ്യമുണ്ട്. മറുഭാഗത്ത് ദേശീയ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്ന AIADMK BJP സഖ്യമാണ്. അപ്പോൾ ദേശീയത വേഴ്സസ് ഭീകരത എന്നതാണ് തമിഴ്നാട്ടിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്താണ് രാഷ്ട്രീയ സാഹചര്യം? തീർച്ചയായും കനത്ത ചൂടിലും പ്രചരണമൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തോടുകൂടി പരസ്യ പ്രചാരണം അവസാനിക്കും. ഈ പരസ്യ പ്രചാരണം അവസാനിച്ച് ഈ കുട്ടിക്കലാശം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം നിശബ്ദ പ്രചരണമാണ്. അത് കഴിഞ്ഞ് മറ്റന്നാളാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. എന്തായാലും ഇത്തവണ ഒരു ജനവിധി എന്ന് പറയുന്നത് ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് NDA സഖ്യം. അതായത് AIADMKയും BJP സഖ്യം മുന്നോട്ട് പോകുന്നത് അത്തരത്തിലൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ മണ്ഡലത്തിലും ശക്തമാണ്. അതേസമയം തന്നെ ഈ ഭരണം നിലനിർത്തുവാനുള്ള ഒരു പെടാപ്പാടിലാണ് DMK സഖ്യം. ഈ DMK ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ SDPI അടക്കമുള്ള ഈ രാഷ്ട്രീയ കക്ഷികൾ ഇതിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അവരെ കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് സീറ്റ് കൂടെ നൽകിക്കൊണ്ടാണ് ഈ DMK ഇത്തരത്തിലൊരു ഭരണം നിലനിർത്തുവാൻ വേണ്ടി പെടാപ്പാട് പെടുന്നത്. അതിൽ ഈ നന്നിലം മണ്ഡലം ശ്രദ്ധേയമാണ്. SDPIയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഈ നന്നിലത്ത് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടി CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കൾ രംഗത്തുണ്ട്. എന്തായാലും അത്തരമൊരു പടയൊരുക്കം ഓരോ ഭാഗത്തും നടക്കുന്നു. AIADMK ഈ ഒരു ഭരണമാറ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് അടുത്ത എല്ലാ ഭാഗത്തും പോകുമ്പോൾ AIADMK നേതാക്കളൊക്കെ പ്രതികരിക്കുന്നത് BJPയും അത്തരത്തിൽ തന്നെയാണ്. മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ വലിയ സ്വാധീനം ചെലുത്താൻ BJP സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. ഈ കന്യാകുമാരി ജില്ലയിൽ മാത്രമല്ല മറ്റ് ജില്ലകളിലും വളരെ വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ സാധിച്ചിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുകയാണ്. എന്തായാലും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുമ്പോൾ ഈ രണ്ട് മുന്നണികൾ, അതിനിടയിൽ വിജയ് നയിക്കുന്ന ഒരു TVK മുന്നണി കൂടെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. കന്നി അംഗമാണ്. കന്നി അംഗത്തിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് എത്രത്തോളം വോട്ട് ശേഖരിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രവർത്തനത്തിൽ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ സാഹചര്യം 234 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 28 കോൺഗ്രസ് ഒറ്റയ്ക്കും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിൽ DMK, 5 ഇടങ്ങളിൽ CPM, അതോടൊപ്പം 27 സീറ്റുകളിൽ BJP മത്സരിക്കുന്നുണ്ട്. മറ്റിടങ്ങളിൽ AIADMK സഖ്യം മത്സരിക്കുന്നുണ്ട്. എന്തായാലും കനത്ത ഒരു മത്സരം നമുക്ക് ഇത്തവണ കാണാൻ കഴിയും. അതിൽ പ്രധാനമായും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് DMK സർക്കാരിൻ്റെ ഈ ഭരണകാലത്ത് സ്ത്രീകൾക്ക് സുരക്ഷയില്ല, അതോടൊപ്പം തന്നെ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു, ബലാത്സംഗങ്ങൾ നടക്കുന്നു, പീഡനങ്ങൾ, അതോടൊപ്പം തന്നെ കൊലപാതകങ്ങൾ നടക്കുന്നു. അത്തരത്തിൽ ക്രിമിനൽ ഒരു പശ്ചാത്തലം തമിഴ്നാട്ടിൽ നിലനിൽക്കുകയാണ്. അതിനൊന്നും ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ DMK സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ആരോപണം അത് ശക്തമാണ്. ജനങ്ങൾക്കിടയിൽ തന്നെ ആ പ്രതികരണങ്ങളുണ്ട്. മനോജ്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അതായത് നമുക്കറിയാം തമിഴ്നാട്ടിലെ MGR ഉൾപ്പെടെയുള്ള പല സിനിമാ താരങ്ങൾ പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയും സിനിമയ്ക്കും രാഷ്ട്രീയത്തിനും ഏതാണ്ട് ഒരേ സ്വഭാവം കൈവരുന്ന ഒരു സംസ്ഥാനമായിരുന്നു തമിഴ്നാട്. പക്ഷെ പിന്നീട് കമലഹാസനെ പോലെ ഒരു വലിയ ഇതിഹാസ താരം വന്ന് തോറ്റ് തുന്നം പാടിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മക്കൾ നീതിമയം എന്ന പാർട്ടി സമ്പൂർണ്ണ പരാജയമായിരുന്നു. വിജയകാന്തിൻ്റെ DMDK വന്നു. അതിനും വലിയ സ്വാധീനമൊന്നും തമിഴ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അടുത്ത കാലത്ത് പല പ്രമുഖ നടന്മാരും തമിഴ് രാഷ്ട്രീയത്തിൽ പരാജയപ്പെടുന്ന വേളയിലാണ് വിജയ് ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ വിജയുടെ പാർട്ടിയുടെ സാധ്യത എത്രത്തോളമാണ്? വിജയ് തന്നെ വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് വിജയുടെ പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷകൾ എത്രത്തോളമാണ്? ഗൗതം, TVK എന്ന് പറയുന്ന ഒരു പാർട്ടി രംഗപ്രവേശം ചെയ്യുമ്പോൾ, അതായത് വിജയുടെ ഒരു ഫാക്ട് ഉണ്ടാകുമോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വിജയ് ഫാൻസാണ് ഈ പ്രചാരണത്തിൽ മുഴുവനായും ഉള്ളത്. അതായത് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവർ വോട്ട് പിടിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, അല്ലാതെ തന്നെ വിജയ് എന്നുള്ളൊരു ഫാക്റ്റിനെ വെച്ചുകൊണ്ടാണ് ഇവർ ഈ പ്രചരണമൊക്കെ നടത്തുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്നത് നമുക്കിനി കണ്ടറിയണം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സിനിമാ ലോകമല്ല ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്.
മുൻകാലത്തൊക്കെ തന്നെ ഇത്തരത്തിൽ സിനിമാ താരങ്ങൾ വിജയിച്ചു വന്നിരുന്നെങ്കിലും പിന്നീട് ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. തമിഴ്നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രബുദ്ധരാണ്. അവർ ഇനിയുള്ള കാലങ്ങളിലൊക്കെ തന്നെ ഏത് തരത്തിലായിരിക്കണം നാട് മുന്നേറേണ്ടത് എന്നതിനെപ്പറ്റി കൃത്യമായും ധാരണയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ പോകുമ്പോഴേക്കും അവരുടെ നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയപരമായി അവർ സംവദിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് ആവശ്യമായത് വികസനമാണ്, സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതമാണ്. അതിനുവേണ്ടി എത്തരത്തിലാണോ ഈ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക, അത് NDAക്ക് അനുകൂലമായി മാറും എന്നുള്ളതാണ്. കാരണം നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വീകാര്യത തമിഴ്നാട്ടിൽ കിട്ടുന്നുണ്ട്. കാരണം അദ്ദേഹം കഴിഞ്ഞ 3 തവണ തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോഴും നമ്മൾ കണ്ടതാണ് ആ ഒരു ജനാവലിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയും. അതുതന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ തമിഴ്നാട്ടിലെ വിവിധ മണ്ഡലങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെ ആര് വിജയിക്കണമെന്നുള്ള തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണ്. ഒരു സിനിമാ താരത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയമെന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അത് അനുഭവിച്ചറിഞ്ഞതാണ് മുൻകാലങ്ങളിലൊക്കെ. അതിനുശേഷം പലരെയും പരാജയപ്പെടുത്തിയിട്ടുമുണ്ട്. കാരണം ജനങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വേണ്ടത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ്, അതോടൊപ്പം തന്നെ നാട് മുന്നേറണമെന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് തന്നെ NDAയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരം തമിഴ്നാടുണ്ട്. അത് കണക്കാക്കി തന്നെയാണ് NDAയുടെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണവും. ഈ വികസന പദ്ധതികൾ, അതായത് വികസിത തമിഴ്നാട് എന്നുള്ളതാണ് പ്രധാനമന്ത്രി അടക്കം മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഈ വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളം മാത്രമല്ല വികസിത തമിഴ്നാട് എന്നുള്ള ഒരു തമിഴ്നാട്ടിൽ തീപാർന്ന പോരാട്ടമാണെന്ന കാര്യത്തിൽ സംശയമില്ല. AIADMK BJP സഖ്യം ഒരു ഭാഗത്തും DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം മറുഭാഗത്തുമുണ്ട്. മറ്റന്നാൾ തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നു. ഇന്ന് പരസ്യപ്രചരണം അവസാനിക്കുകയാണ്. ജോസഫ് വിജയുടെ പാർട്ടിക്ക് കാര്യമായ ചലനം തമിഴ് രാഷ്ട്രീയത്തിൽ രൂപപ്പെടുത്താൻ കഴിയില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. M. മനോജാണ് തമിഴ് രാഷ്ട്രീയത്തിൻ്റെ വിശദാംശങ്ങളുമായി ചേർന്ന്